ഗൈസ്, ഇന്ന് ഞങ്ങൾക്കൊരു 2024 ഇറങ്ങിയ ടാരോട്ട് എന്ന് പറഞ്ഞ ഹൊറർ ഫിലിമുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സസ്പെൻസർ കൊഹിനും അന്ന ഗർബർക്കും ചേർന്ന് സംവിധാനം ചെയ്ത 2024 അമേരിക്കൻ ആമാനുഷിക ഹൊറർ ചിത്രമാണ് ടാരോട്ട്. 1992 നിക്കോളാസ് ആദംസിന്റെ ഹൊറോസ്കോപ്പ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്. ഹരിയറ്റ് സ്ലേറ്റർ, അഡെയിൻ ബ്രെഡ്ലി, അവന്തിക വുൾഫാങ്, നോവഗ്രൈൻഡ്, ഹംബർലി, ഗോൺസ്ലാസ്, ലാർസൺ, തോംപ്സൺ, ഒൺവെൻ, ഹവറോ, ജേക്കബ് ബെറ്റ്ലൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഒരു വിചിത്രമായ ടെറാട്ട് ഡെക്ക് ഉപയോഗിച്ചതിനു ശേഷം ഓരോരുത്തരായി ദാരുണ്യമായി മരിക്കാൻ തുടങ്ങുകയും സമയം കഴിയുന്നതിന് മുമ്പ് ഡെക്കിന്റെ രഹസ്യം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളെയാണ് കഥ പിന്തുടരുന്നത്. ഗൈസ്, ഈ ഫിലിം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥിനികളെ കാണാൻ പറ്റും. അവരുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ പതിയെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ അവർ ഒരു റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ആ റൂമിൻ്റെ ഡോറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കീപ്പ് ഔട്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവരത് മൈൻഡ് ആക്കാതെ ആ റൂമിൽ കയറി ചെല്ലുകയും അവർക്ക് ഈ ടാരോട്ട് കളിക്കാനായിട്ടുള്ള ഇത് കളിക്കാനുള്ള ഒരു കാർഡ്സ് കിട്ടുകയും അപ്പോഴത്തേക്കും അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട് ഇത് കളിക്കണ്ട, ഇത് കുറച്ച് ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ല കുഴപ്പമില്ല കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും അവരുടെ ഹൊറോസ്കോപ്പ് ഇതിലൂടെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ പക്ഷേ ഫസ്റ്റ് ആരും കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ ദാരുണ്യമായിട്ട് മരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അത് എങ്ങനെ മരിച്ചെന്ന് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. ഫസ്റ്റൊക്കെ മനസ്സിലാവുന്നത് പിന്നെ ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ കാർഡ് കളിച്ചതുപോലെയാണ് ഇവിടെ ഓരോ ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തതുപോലെയാണ് മരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ഇതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു, ഇതെങ്ങനെ നിർത്തണം എന്ന് വെച്ചിട്ട് ഇവർ ഓരോ വെബ്സൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു ലേഡീനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്കുമാണ് അവർ ഇതേപോലെ എൻ്റെ കൂടെ ഫ്രണ്ട്സിന് ഇപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ആ ലേഡി പറയുന്നു ഇതേപോലെയാണ് ഞാനും ഇങ്ങനെ കളിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇതിൻ്റെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് കാര്യമെല്ലാം മനസ്സിലായ ശേഷം അവർ പറയുന്നു ഈ ഡെക്കിനെ നശിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് അന്വേഷിച്ച് ഇവർ ഫസ്റ്റ് പോയ സ്ഥലത്ത് തന്നെ പോകുന്നു. അവിടെ നിന്ന് ഇവർക്ക് കുറേ ഇത് അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. കാണാത്തവർ പോയി കാണുക. ബൈ ബൈ.